ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീന രാവിലെ തന്നെ എഴുന്നേറ്റ് മുത്തശ്ശിയുടെ കാല് തൊട്ട് വന്നിക്കുക കേട്ടോ. നീ എന്താടി വച്ച് ചെയ്യുന്നതെന്ന് ചോദിച്ചു. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ പൊന്നു മുത്തശ്ശി അല്ലേന്ന് ചോദിച്ചു. ഞാൻ എങ്ങനെയാടി മോനെ നിൻ്റെ മുത്തശ്ശിയാകുന്നതെന്ന് ചോദിച്ചു. മുത്തശ്ശിയുടെ പേരുക്കുട്ടിയാണ് ഞാനെന്ന് വിചാരിച്ചാൽ മതിയല്ലോ. ഓ അങ്ങനെ, നീ ഇഷ്ടം പോലെ വിചാരിച്ചോ. എൻ്റെ മോളുടെ മോളാണെന്ന് തന്നെ അങ്ങ് വിചാരിച്ചോ. എനിക്ക് ഒരു വിരോധവും ഇല്ല എന്ന് മുത്തശ്ശി പറയുമ്പോൾ അലീന ഞെട്ടി. അങ്ങനെ മകളുടെ മകളാണ്, അതായത് തൻ്റെ കൊച്ചുമകളാണ് അലീന എന്ന് മുത്തശ്ശി അംഗീകരിച്ചു. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഞാൻ വിചാരിച്ചേക്കുന്നത് എന്ന് നമ്മുടെ അലീന പറയുക കേട്ടോ. അത് കഴിഞ്ഞ് അലീന ഇങ്ങനെ മൊത്തത്തിൽ ഇവിടെ അടുത്ത് അമ്പലമൊക്കെ ഉണ്ടോ മുത്തശ്ശി എന്ന് ചോദിച്ചു. അപ്പോൾ ഉണ്ടല്ലോ, മഹാവിഷ്ണു ക്ഷേത്രം ഉണ്ടല്ലോ. അപ്പോൾ അതാണോ കീർത്തനം കേൾക്കുന്നത്? നീ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം എത്ര തവണ ഞാൻ പോയിട്ടുണ്ടെന്ന് അറിയോ? ഞാൻ എവിടെ വേണമെങ്കിലും പോകും, ദൈവം ഒന്നല്ലേ ഉള്ളൂ. അപ്പോൾ അതാണ് മോളെ ശരിയെന്ന് മുത്തശ്ശി പറയാം അലീനയോട്. അത് കഴിഞ്ഞ് പിന്നെ അലീന അതിലെയൊക്കെ നടന്നു, ഇതൊക്കെ നോക്കി. അപ്പോൾ ഞാൻ പല്ല് തേച്ച് കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അലീന രാവിലെ കുളിക്കാനായിട്ട് പോകുക. ഈ സമയത്താണ് നമ്മുടെ മനു റൂമിലേക്ക് വരുന്നത്. അതായത് മുത്തശ്ശിയുടെ മുറിയിലേക്ക് വന്നപ്പോൾ ഒരു മടി. ഇനിയിപ്പോൾ അലീന എഴുന്നേറ്റിട്ടുണ്ടാവുമോ, അവിടെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു മടിയായിട്ട് നമ്മുടെ മനു അവിടെ നിൽക്കുക. പിന്നെ മനു രണ്ടും കൽപ്പിച്ച് അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ മുത്തശ്ശി ഇങ്ങനെ അവിടെ നല്ല സുഖമായിട്ട് കിടക്കുന്നു. ഹായ് മുത്തശ്ശി, ഗുഡ് മോർണിംഗ് എന്നും പറഞ്ഞു മനു അകത്തേക്ക് കയറി ചെന്നു. അപ്പോൾ നീ എന്താണ് ഇത്ര രാവിലെ തന്നെ വന്നതെന്ന് മുത്തശ്ശി ചോദിക്കുമ്പം ഇതെന്താ മുത്തശ്ശി കഥ, ഇതെന്താ ഇതെന്ന് റൂം കണ്ടിട്ട് മനു ചോദിക്കാം. റൂം ആകെ മാറിയല്ലോ മുത്തശ്ശി. ഈ കഴിഞ്ഞ ദിവസം വരെ നാറ്റം പിടിച്ച് വൃത്തികേടായി കിടന്ന മുറി തന്നെയാണോ ഇതെന്ന് ചോദിച്ചു. അതാ പെങ്കൊച്ചിൻ്റെ പണിയാടാ ഇതെല്ലാം. ആളെവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ കുളിക്കുകയാണെന്ന് പറഞ്ഞു. ഓ, രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ ഉണ്ടല്ലേ. എങ്ങനെയുണ്ട് മുത്തശ്ശിക്ക് വേണ്ടി ഞാൻ സെലക്ട് ചെയ്ത പെൺകുട്ടി? അപ്പോൾ സൂപ്പറാടാ മോനെ, സൂപ്പറാ, നല്ല സ്നേഹമുള്ള കുട്ടിയാണെന്ന് മുത്തശ്ശി പറഞ്ഞു. അതാണ് മനുശങ്കർ മുത്തശ്ശിക്ക് കൊണ്ടുവന്ന സമ്മാനം കേട്ടോ. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു എന്നും പറഞ്ഞ് ഇവരിയ്ക്കുമ്പോഴാണ് അലീന കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്നത്. കുളി കഴിഞ്ഞിട്ട് വരുന്ന അലീനയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു ചമ്മലോട് കൂടി നിൽക്കുക. അപ്പോഴേക്കും മനു അലീനയെ കണ്ടു. ഹലോ, ഗുഡ് മോർണിംഗ് പറഞ്ഞു. ഗുഡ് മോർണിംഗ് തിരിച്ച് അലീനയും പറഞ്ഞു. അങ്ങനെ മുറിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കാം. ഇതെന്താ അലീന ഈ കാണിച്ചു വെച്ചേക്കുന്നതെന്ന് അലീനയോട് മനു ചോദിച്ചു. ഞങ്ങൾ ഈ റൂമെല്ലാം തൂക്കാതെയും തുടയ്ക്കാതെയും വൃത്തികേടാക്കി ഇട്ടിരിക്കുന്നത് എന്തിനാണെന്ന് മനു ചോദിക്കുമ്പോൾ അലീന പേടിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. മനു പറയുന്നത് കേട്ടിട്ട് മുത്തശ്ശിയെ വേണ്ടുന്ന രീതിയിൽ നോക്കാതെ വെച്ചിരിക്കുന്നത് എന്തിനാ? അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ നോക്കുക പേടിയോടെ. അലീനയ്ക്ക് ഭയങ്കര ടെൻഷനായിട്ടോ. അപ്പോഴേക്കും അലീനയുടെ അരികിലേക്ക് എഴുന്നേറ്റ് നമ്മുടെ മനു ചെന്നു. മുത്തശ്ശി ആകെ പേടിച്ചിങ്ങനെ നിൽക്കാം. ഈ നരകത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് തെക്കോട്ടെടുക്കണമേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ച് ഒരു സിദ്ധി തന്നെ കിട്ടട്ടെ എന്ന് ഓർത്തിട്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ മനു ഇങ്ങനെ അലീനയോട് പറയുമ്പോൾ മനു വേണ്ട കേട്ടോ എന്ന് മുത്തശ്ശി. ഇതിപ്പോൾ സുഖസുന്ദരമായ റൂമിൽ കിടക്കുമ്പോഴേ മുത്തശ്ശിക്ക് കുറേ കാലം കൂടി ജീവിച്ചിരിക്കണമെന്ന് തോന്നത്തില്ലേ? ഇങ്ങനെയാണെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ മുത്തശ്ശി എഴുന്നേറ്റ് മോർണിംഗ് വാക്കിന് പോകുമല്ലോ എന്നൊക്കെ പറയുക. അപ്പോൾ എടാ ഇവിടെ വന്നേടാ എന്ന് പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ വിളിക്കുക മനുവിനെ. അപ്പോൾ ഇത് കേട്ടപ്പോൾ അലീന ഒന്ന് ചിരിച്ചു. അപ്പോൾ ഇവിടെ വന്നിരിക്കടാന്ന് പറഞ്ഞ് മുത്തശ്ശി വിളിച്ച് മനുവിനെ അടുത്തിരുത്തി. പെങ്കൊച്ച് ഇത്രയും ചെയ്തിട്ട് നിനക്കൊരു നല്ല വാക്ക് പറയാൻ തോന്നിയില്ലല്ലോടാ. എനിക്ക് ഇങ്ങനെയൊക്കെ നല്ല വാക്ക് പറയാൻ അറിയത്തുള്ളൂ എന്ന് മനു. സ്വീകരിക്കാം, തള്ളിക്കളയാം, എന്ത് വേണമെങ്കിലും എടുക്കാമെന്നും പറഞ്ഞ് നമ്മുടെ മനു. അപ്പോൾ അലീനയെ ചിരിച്ചുകൊണ്ട് തന്നെ നിന്ന് കേൾക്കുക കേട്ടോ. അപ്പോൾ നീ രാവിലെ തന്നെ ഉടുത്തൊരുങ്ങി എങ്ങോട്ടാന്ന് ചോദിച്ചു. അപ്പോൾ പോവണ്ടേ എനിക്ക്? ഞാനിങ്ങോട്ട് പോകുന്നതോടുകൂടിയേ ബാംഗ്ലൂർ സിറ്റി അടച്ച് പൂട്ടിയെന്ന് നമ്മുടെ മനു പറയാം. ഒറ്റ അടി ഞാൻ വെച്ച് തന്നാലുണ്ടല്ലോ. നീയല്ലേ ബാംഗ്ലൂർ ഭരിക്കുന്നതെന്ന് വെച്ചാൽ വലിയ ആള്. അപ്പോൾ ഒരു ചെറിയ പണിയാ, അത് കളയാണ്ട് നോക്കണ്ടേ മുത്തശ്ശി എന്ന് മനു ചോദിച്ചു. പിന്നെ ഞാനിങ്ങ് വന്നിട്ട് ദിവസം 3-4 ഇന്ന് പോയാൽ പിന്നെ നീ എന്നാ വരുന്നേ? അത് പിന്നെ മുത്തശ്ശി എപ്പോൾ കാണണമെന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ വരും. പോടാ അവിടുന്ന്, ചുമ്മാ കള്ളത്തരം പറയുന്നുണ്ടാന്ന് പറഞ്ഞ് മുത്തശ്ശി പറയുമ്പം ശരി എന്നാൽ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ മനു അവിടെ നിന്ന് പോവുക മുത്തശ്ശിക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട്. എന്നിട്ട് അലീനയ്ക്ക് അരികിലേക്ക് ചെന്നിട്ട് അലീന താങ്ക്സ്, വളരെ വളരെ നന്ദിയുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. പിന്നെ ഈ റൂമിനോട് കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ മുത്തശ്ശിക്ക് ഇനി ഒരുപാട് ആയുസുണ്ടെന്ന്. താങ്ക് യു. അപ്പോൾ വെൽക്കം പറഞ്ഞ് നമ്മുടെ അലീന അവിടെ നിൽക്കുക. അപ്പോൾ ശരി പോട്ടെ എന്നും പറഞ്ഞ് നമ്മുടെ മനു ഇങ്ങനെ പോകുന്നു. അപ്പോൾ മനുവിന് നമ്മുടെ അലീനയോട് ഒരു ഇഷ്ടം ഒരു ഇതൊക്കെ തോന്നി തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ നമ്മുടെ മനു തിരിച്ച് വന്നിട്ട് അലീന ബായ് ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മുടെ മനു പോയി കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ അലീന നേരെ നമ്മുടെ മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നു. എവിടെ പോയാലും എൻ്റെ അടുത്ത് വന്ന് യാത്ര പറഞ്ഞിട്ടേ എൻ്റെ മനുമോൻ പോകത്തുള്ളൂ. തിരിച്ചു വരുമ്പോഴും നേരെ അവൻ എൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട് നല്ല ആളാണെന്ന് അലീന പറയുക. അവനുള്ളത് കൊണ്ടല്ലേ നിന്നെ എനിക്ക് കിട്ടിയതെന്ന് മുത്തശ്ശി പറയാം. ഇല്ലെങ്കിൽ ഞാനിവിടെ കിടന്ന് നരകിച്ച് തീർന്നേനെ.
എല്ലാം ഓരോ ദൈവനിശ്ചയങ്ങളല്ലേ മുത്തശ്ശി എന്നും പറഞ്ഞിങ്ങനെ പറയുമ്പോൾ അത് നീ പറഞ്ഞത് ശരിയാണെന്ന് മുത്തശ്ശി പറഞ്ഞു. അലീന നേരെ എന്നിട്ട് അടുക്കളയിലേക്ക് പോവുക. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശിയുടെ മോളെയാണ്. അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ വന്ന് ഇങ്ങനെ നോക്കുന്നു, ഇതിലൊക്കെ നോക്കുക, തലയൊക്കെ അങ്ങോട്ട് എന്തോ പോലെ ആക്കിക്കൊണ്ട് ഇങ്ങനെ നടക്കുക. അപ്പോൾ എന്തൊരു മറവി ഇത്, ഞാൻ ആകെ മറന്നുപോയല്ലോ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നടക്കുക. എന്നിട്ട് അവിടുത്തെ സ്റ്റാഫിനെ വിളിക്കുവാണ്, കുഞ്ഞുമോളെ എന്നും പറഞ്ഞുകൊണ്ട് വരുന്നേന്നും പറഞ്ഞ് വിളിക്കുന്നു. അപ്പോൾ ഒരൊറ്റ എണ്ണത്തിനെ കാണാനില്ല, എവിടെ പോയി വിളിച്ചിരിക്കുകയാണോ എന്ന് പറഞ്ഞ് ഗീതാഞ്ജലി എവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ബഹളം കൂട്ടുക. കൃഷ്ണമോളെ, ഭവിതേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓരോരുത്തരെ വിളിക്കുക, എടി ഭവി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിളിച്ചു. അപ്പോഴേക്ക് അവിടുത്തെ വേലക്കാരി അങ്ങോട്ടേക്ക് വന്നു. എന്തിനാ വിളിച്ചേ എന്ന് ചോദിച്ചു. പെട്ടെന്ന് അതിന് തിന്നാനായിട്ട് ചെല്ലുക ഗീതാഞ്ജലി. നിന്നെയൊന്നും മുഴുവനായിട്ട് കാണാൻ, അല്ലാണ്ട് എന്തിനാ ഇപ്പൊ കൊച്ചമ്മ എന്തിനാ ചുമ കിടന്ന് ദേഷ്യപ്പെടുന്നത്? വിളിച്ചാ വിളി കേൾക്കണ്ടേ? ഒറ്റ എണ്ണത്തിന്റെ അനക്കം പോലും ഈ വീട്ടിലില്ല. അപ്പൊ എനിക്ക് പണിയുണ്ട് കൊച്ചമ്മ, കാര്യം എന്താന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയോ? പിള്ളേരുടെ ലഞ്ചൊക്കെ എടുത്ത് വെച്ചോ? പിള്ളേരുടെ വാട്ടർ ബോട്ടിലൊക്കെ കഴുകി വെള്ളം നിറച്ചോ? അപ്പൊ അതേ 2 കൈ എനിക്കുള്ളൂ, 4 എണ്ണം ഇല്ല. ഇത് വെച്ച് ചെയ്യാവുന്നതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടെന്നാ ചേച്ചി പറയുമ്പോൾ പറഞ്ഞു ജോലി ചെയ്യടിയെന്നും പറഞ്ഞുകൊണ്ട് അതിനെ പറഞ്ഞു വിടും അവിടുന്ന്. ആ സമയത്ത് പുതിയ വേലക്കാരിയെ കൊണ്ടുവരാൻ പോകാമെന്ന് പറഞ്ഞിട്ട് വരുവടി വരും, 3-ാം പൊക്കം ഓടും ഇവിടുന്ന്. നോക്കിക്കോ, ഞാൻ സഹിച്ച് നിൽക്കുന്നത് പോലെ ആര് നിൽക്കും ഈ വീട്ടിൽ? ആരും നിൽക്കില്ല എന്നാ ചേച്ചി പറയുമ്പം നീ ഒന്ന് പോയേ എന്ന് പറഞ്ഞു ഗീതാഞ്ജലി അതിനെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടു. അപ്പോൾ ആ പുള്ളിക്കാരി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അടുത്തടുത്തേക്ക് തുള്ളി ചാടി ചെല്ലുക. നീ എന്താടി ഈ ചെയ്യുന്നത് ഇവിടെ നിന്ന് ചോദിച്ചോണ്ട്, നീ വാട്ടർ ബോട്ടിലൊക്കെ കൊണ്ട് കൊടുത്തോന്ന് ചോദിച്ചപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു. അത് കൊണ്ട് വെച്ചാൽ അതൊക്കെ എടുത്തു വെക്കാനും അല്ലെങ്കിൽ പാത്രത്തിൽ ഭക്ഷണമൊക്കെ എടുത്ത് വെക്കാൻ കുഞ്ഞുമോൾക്ക് പറ്റും, നീ എന്താ ഒന്നും ചെയ്യാത്തേ? അപ്പം അതൊക്കെ ഞാൻ ചെയ്തോളാം അമ്മയെന്ന് പറയുമ്പോൾ എപ്പം ചെയ്യും? ചോദിക്കുമ്പോഴൊക്കെ ചെയ്തോളാം എന്നങ്ങ് പറഞ്ഞാൽ മതിയോ എന്ന് ചോദിച്ചു. എന്തൊരു കഷ്ടം ഇതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവരവിടെ നിൽക്കുന്നു. അടുത്ത ആൾ വന്നു. നിനക്കിന്ന് സ്കൂളിൽ പോകണ്ടേടി? ആരും ഇറങ്ങിയില്ലെന്ന്, ഇന്ന് ഹോളിഡേ ആണോ എന്ന് ചോദിച്ച് പറയുമ്പം അതുപോലെ ഓർമ്മയില്ല, പഠിക്കാൻ പോകുന്നു. നിന്റെ നോട്ട്ബുക്സും പാഠപുസ്തകവും എല്ലാം സോഫയിൽ വാരി വെതറിയിട്ടിരിക്കുന്നത് കണ്ടില്ലേ? അതൊക്കെ ഒന്ന് അടുക്കി വെച്ചാൽ എന്താണെന്ന് ചോദിക്കുമ്പം അതൊക്കെ എനിക്ക് അറിയാമല്ലോ അമ്മയെ ചെയ്യാൻ, പിന്നെന്താണെന്ന് ചോദിച്ചു. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങും അമ്മ പറയും അത് ചെടി ഇത് ചെടിയെന്ന്. കേട്ടാ തോന്നും അമ്മ പറഞ്ഞിട്ടോ ഞാനെല്ലാം ചെയ്യുന്നതെന്ന്. അപ്പം കറക്റ്റ് എന്നും പറഞ്ഞു അടുത്തയാൾ കൈ കാണിക്കുക അനിയത്തിയെ. അമ്മയുടെ കുറ്റം പറയുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ട്, അല്ലാത്തപ്പോൾ കീരിയും പാമ്പും. അപ്പം രാവിലെ അമ്മ ആരെയെ കണി കണ്ട സത്യം പറയാം മകൾ ചോദിക്കുമ്പോൾ പൊടി ഓടുന്നു പറഞ്ഞ അനുസരിച്ച് മര്യാദയ്ക്കെന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി അവിടെ നിന്ന് പോവുക. അടുത്തത് കുഞ്ഞോളെ വിളിക്കാം. കുഞ്ഞോളെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കാൻ പറഞ്ഞു. അതും പറഞ്ഞ് കൈ കഴുകാനായിട്ട് ചേച്ചിപ്പെണ്ണ് അങ്ങ് പോയി. അപ്പോഴത്തേക്കും മക്കൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെക്കുക. അപ്പോൾ പിള്ളേരുടെ പ്ലേറ്റും ചോറ്റുപാത്രം കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പം കുഞ്ഞോളെ ഇത് കൊണ്ടുപോയി വൃത്തിയായിട്ട് കഴുകി ചോറും കറി എടുത്ത് വയ്ക്കും ചെല്ലാൻ പറഞ്ഞു. കൊച്ചമ്മ പറഞ്ഞില്ലെങ്കിൽ ഞാനത് ചെയ്യത്തേ ഇല്ല അല്ലേ എന്ന് വേലക്കാരി പുള്ളിക്കാരിയോട് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗീതാഞ്ജലിക്ക് ഭയങ്കര ഒരു ചമ്മൽ. ആളത്ര മോശമൊന്നും അല്ല, ഇവരുടെ അടുത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ അതുപോലത്തെ കഴിവ് വേണം എന്നുള്ളത് ഏതാണ്ട് ഏകദേശമൊക്കെ മനസ്സിലായി. അപ്പോൾ അമ്മയെ വേലക്കാരി ഇതൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ മകൾക്കൊരു പുച്ഛം. മകൾ എന്നിട്ട് അമ്മയെ ഇങ്ങനെ നോക്കുക, ഒന്നും അല്ലാത്തതുപോലെ ഇങ്ങനെ നിൽക്കുന്നു. ആ സമയത്ത് അവിടെ ഫോണിലേക്ക് കോൾ വന്നു. അപ്പോഴേക്കും ഫോൺ റിങ് ചെയ്തപ്പോഴത്തേക്കും ഒരെണ്ണത്തിനെ വലിച്ചു മാറ്റിയിട്ട് അടുത്തത് അമ്മയുടെ കയ്യിലേക്ക് ഫോൺ കൊണ്ടുവന്ന് കൊടുക്കുക. അമ്മയ്ക്ക് ഫോൺ വരുന്നുണ്ടെന്നും പറഞ്ഞു. അങ്ങനെ ഫോൺ എടുത്ത് ഗീതു അങ്ങ് പുറത്തേക്ക് പോയി. ആ സമയത്ത് മക്കളിങ്ങനെ ഒച്ചയ്ക്ക് വട്ടം പിടിച്ച് നിൽക്കുക. അപ്പോൾ ശിവനാണ് വിളിച്ചത്. അതേ ശിവൻ്റെ കോള വന്നത് മനസ്സിലാക്കിക്കൊണ്ട് വേഗം തന്നെ എടുത്തു. ഹലോ ശിവേട്ടാ, എന്നാ ശിവേട്ടാന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഞാൻ മറ്റന്നാൾ പോകുമെന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെ എന്നോട് ബാലചന്ദ്രൻ പറഞ്ഞായിരുന്നു ശിവേട്ടൻ തിരിച്ചു പോകാറായിരുന്നു. അതെ, നീ എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നത്? അമ്മയെ കടപ്പാട്ടൂർക്ക് കൊണ്ടുപോകണ്ടോന്ന് ചോദിച്ചു. അപ്പം ഞാൻ നാളെ വരും ശിവേട്ടാ. പിന്നെ അമ്മയെ നോക്കാൻ വേണ്ടി വെച്ച ജോലിക്കാരി എങ്ങനെയുണ്ട്? അപ്പം നല്ല കുട്ടിയാ, ജോലിയൊക്കെ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും കോൾ അടിച്ചു. അപ്പം നമുക്ക് വാര ആവുമെന്ന് ചോദിക്കുമ്പം അതൊരു സാധുവാണെന്ന് പറഞ്ഞു. ആരെയും കണ്ണും അടച്ച് വിശ്വസിക്കേണ്ട ശിവേട്ടാ. ഏതായാലും ഞാൻ അവളെ വന്നൊന്ന് കാണട്ടെ, എന്നിട്ട് പറയാം വീട്ടിൽ നിർത്തണോ വേണ്ടയോ എന്ന്. അപ്പം ശരി എന്നും പറഞ്ഞിങ്ങനെ പുള്ളിക്കാരി ഇങ്ങനെ പറയണം. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ബാലൻ വരുന്നത്. ബാലനെ കണ്ടപ്പോഴത്തേക്കും ബാലചന്ദ്രൻ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ വരാൻ പറഞ്ഞു. അപ്പം നീ എന്താ അത്ര നേരത്തെ? 9 മണി ആയില്ലല്ലോ. എനിക്കിന്ന് കുറച്ച് ഫീൽഡ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, 3 സൈറ്റിൽ പോകണമെന്നും റിവാലുവേഷന് വേണ്ടിയിട്ടാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ബാങ്കിലെ ലോൺ സെക്ഷനിലെ മാനേജർ എന്ന് വെച്ചാൽ ബാലചന്ദ്രൻ എന്താ ധരിച്ചു വെച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. ഒരു പണിയില്ലാണ്ട് ചുമ്മാ ഇരുന്നാൽ മതിയെന്നോ? അപ്പം നീ പോയിക്കോ, അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അങ്ങനെ ഇവിടെ ഞാൻ ഒറ്റയ്ക്കിരുന്ന് കഴിക്കണമല്ലേ എന്നൊക്കെ പറയുമ്പോൾ ദൈവത്തെ ഓർത്ത് നീ കഴിച്ചിട്ട് പോ, ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം, നീ ചെല്ലാൻ പറഞ്ഞു. ഈ അമ്മ ഒരു സ്വസ്ഥതയും തരത്തില്ല അച്ഛാ. രാവിലെ കോളേജിൽ പോകാറാകുമ്പോഴേക്കും അമ്മ ഇവിടെ ഒരു യുദ്ധക്കളമാക്കി മാറ്റും.
തിരിച്ചു വരുമ്പോഴേക്കും കുറേ നേരത്തേക്ക് ഭയങ്കര ബഹളമാണെന്നൊക്കെ മക്കൾ അമ്മയെ പറ്റി പരാതി പറയുമ്പോൾ മക്കളുടെ അഭിപ്രായമൊക്കെ നീ കേട്ടല്ലോ, ഇനി ഒരുത്തനും കൂടെ വരാനുണ്ട്, അവൻ വരുമ്പോഴേക്ക് സ്ഥലം വിടാൻ നോക്കാൻ പറഞ്ഞു. ഈ ഉപദേശത്തിൻ്റെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ, ഇനി എല്ലാം ശരിയായിക്കോളൂ എന്ന് അമ്മ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് കഴിക്കാം. ബാലനകത്തേക്ക് കയറി പോവുകയും ചെയ്തു. ഈ സമയത്ത് അമ്മയുടെ നോട്ടം കണ്ട് പേടിച്ച മകളും അകത്തേക്ക് കയറിപ്പോയി. അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിങ്ങനെ പുള്ളിക്കാരി അങ്ങ് പോകാൻ നോക്കുന്നു. പിന്നെ കാണിക്കുന്ന നമ്മുടെ അലീനയാട്ടോ. രാത്രിയായി. അലീന അവിടെ തറയിലിരുന്ന് കഞ്ഞി വാരി കുടിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കഞ്ഞി കുടിച്ചിട്ട് നമ്മുടെ അലീന അവിടെ നിന്ന് എഴുന്നേറ്റ് പാത്രം കഴുകുന്ന സമയത്ത് കമല അങ്ങോട്ടേക്ക് വന്നു. അതെ, പാത്രമെല്ലാം കഴുകി ഒതുക്കി വെച്ചിട്ട് ആ സ്ലാബും ഇതെല്ലാം ഒന്ന് തുടച്ച് വെച്ചേക്കണം എന്നൊക്കെ പറഞ്ഞു, തുടച്ചിടണമെന്നൊക്കെ പറഞ്ഞു. ആ ഡൈനിങ് ഏരിയയും കൂടി തുടയ്ക്കണമെന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പം ശരിയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീന മൂളി. അപ്പോൾ ആ സ്ലാബും ഫ്ലോറും ഒക്കെ ഒന്ന് തുടച്ചിട്ടേക്കാനും പറഞ്ഞ് അടുത്തേക്ക് ചെന്നു. കിളവിയെ നോക്കുന്നത് മലമറിക്കുന്ന ജോലിയൊന്നും അല്ലല്ലോ, ബാക്കി സമയം മുഴുവനും ഈ വീട്ടിലെ ജോലികൾ ചെയ്തോളണമെന്നും ചുമ്മാതൊന്നും അല്ല, ശമ്പളം എണ്ണി എണ്ണി തരേണ്ടതാണെന്നൊക്കെ കമല ഇങ്ങനെ അലീനയോട് പറയുമ്പം ചെയ്യത്തില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. ഒന്ന് പറഞ്ഞു നീ നോക്ക്, പിറ്റേ ദിവസമേ വേറെ വീട് നോക്കിക്കോളണമെന്ന് കമല അലീനയോട് പറയാം. അതിനൊന്നും അലീന കമാന്നൊരക്ഷരം മിണ്ടിയില്ല കേട്ടോ. അങ്ങനെ അലീന അവിടെ നിന്ന് പാത്രങ്ങൾ കഴുകുവാണ്. അങ്ങനെ അതിനോട് ഇപ്പോഴേ പോര് തുടങ്ങി. ഈ സമയത്താണ് ഹരി ആരും കാണാതെ പാത്തും പതുങ്ങി അലീനയുടെ അരികിലേക്ക് വരുന്നത്. ശുശു എന്നും പറഞ്ഞ് വിളിച്ചു വരുവാ കേട്ടോ. ആ സമയത്ത് നമ്മുടെ അലീന അവിടെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുക. ഇവനെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ അലീനയ്ക്ക് കാര്യം മനസ്സിലായി, ഞരമ്പ് രോഗിയാണെന്നുള്ളത്. അങ്ങനെ പതുങ്ങി പതുങ്ങി നമ്മുടെ അലീനയുടെ അരികിലേക്ക് വന്നു. ഇതുവരെ ജോലിയൊന്നും തീർന്നില്ലേ എന്ന് ചോദിച്ചു. ആ സമയത്ത് അലീന ഇങ്ങനെ നിൽക്കുക. ഓ, അലീനയ്ക്കാണെങ്കിൽ കലിയും വരുന്നുണ്ട്, പേടിയാവുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ പതുങ്ങി പതുങ്ങി ഇവൻ അലീനയുടെ അടുത്തേക്ക് വരുക കേട്ടോ. അങ്ങനെ പാത്തും പതുങ്ങിയും വന്നിട്ട് അമ്മ പറയുന്നതൊന്നും എല്ലാം ഒന്നും അനുസരിക്കേണ്ട കേട്ടോ, ഒരു നയത്തിലൊക്കെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ എന്നൊക്കെ അലീനയോട് ഇപ്പം വന്ന് പോയി സോപ്പിട്ട് പറയുന്നു. പിന്നെ മുത്തശ്ശി ഉറങ്ങിക്കഴിയുമ്പോഴേ എഴുന്നേറ്റ് വാതിൽ തുറക്കണം കേട്ടോ എന്ന് അലീനയോട് ഈ ഒന്ന് പറയാം. അപ്പം ഞാൻ വന്നേ വാതിലും മുട്ടും, ഉറങ്ങിക്കളഞ്ഞേക്കരുതേ, എഴുന്നേറ്റ് വരണമെന്ന് ഹരി അലീനയോട് പറയുന്നു. അലീന ഞെട്ടിപ്പോയി. അപ്പോഴേക്ക് ഹരി എന്നും പറഞ്ഞ് നീ എവിടെയാണെന്നും പറഞ്ഞ് അമ്മ ഒച്ചത്തിൽ വിളിച്ചു. ഈ ചേർക്കനിത് എവിടെ പോയി എന്നും പറഞ്ഞുകൊണ്ട് കമല അടക്കം വിളിക്കുക. അപ്പം ഞാൻ രാത്രി വരാമെന്ന് പറഞ്ഞു ഹരി അങ്ങ് പോയി. അലീന ഒരൊറ്റ കരച്ചിൽ അവിടെ നിന്ന് ഞെട്ടിപ്പോയി കേട്ടോ. ഈ ചെറുക്കൻ്റെയൊക്കെ സ്വഭാവം ഓർത്തിട്ട് എല്ലാം കഴിഞ്ഞ് അലീന മുറിയിലേക്ക് ചെന്ന് മുത്തശ്ശിയെ വിളിച്ചു. മുത്തശ്ശി അപ്പം നീ കഴിച്ചോടി? ആ. അങ്ങനെ മുത്തശ്ശി മരുന്നൊക്കെ എടുത്ത് കഴിക്കാം. എന്നതാ കമല നിനക്ക് തിന്നാൻ തന്നതെന്ന് ചോദിച്ചപ്പോൾ വളിച്ചതോ പുളിച്ചതോ ഒക്കെ എടുത്ത് തരുമോ അവള് കേട്ടോ. അപ്പം മുത്തശ്ശി കഴിച്ചതുപോലെ കഞ്ഞിയും ചമ്മന്തി അച്ചാറും കഴിച്ചെന്ന് പറഞ്ഞു. വയറ് നിറച്ച് തന്നോടി അവള് എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ എനിക്ക് കുറച്ച് ഭക്ഷണം മതിയെന്നും അത് കാരണം എനിക്കൊരിക്കലും ഫുഡ് തികയാതെ വരത്തില്ല എന്ന് നമ്മുടെ അലീന പറയാം. അത് കേട്ടപ്പോൾ കമലയെ പിശുക്കത്തിയ, ജോലിക്ക് നിൽക്കുന്നവർക്ക് വേണ്ടുന്നതുപോലെ ആഹാരമൊന്നും അവള് കൊടുക്കത്തില്ല, അവർ പ്രാകുവന്നേ, വയറ് വിശന്ന് ഉള്ള ഒരു പ്രാക്കേ അത് ഫലിക്കുമെന്നാ പറയുന്നത്. അയ്യോ എനിക്ക് വയറ് നിറച്ച് കിട്ടിയെന്ന് അലീന അന്നേരം നമ്മുടെ മുത്തശ്ശിയോട് പറഞ്ഞേ. അപ്പോൾ നീ മാത്രമേ ഉള്ളൂ കമലയെ പറ്റി ഒരു കുറ്റവും പറയാത്തത് കേട്ടോ എന്നിങ്ങനെ അമ്മ പറയാം. ഇവിടെ വരുന്ന ആർക്കും കമലയുടെ സ്വഭാവം അത് പിടിക്കത്തില്ല, എല്ലാവരും അവളെ കുറ്റം പറയത്തേ ഉള്ളൂ എന്നും പറഞ്ഞു. പിന്നെ കമലയുടെ വിചാരം അവൾക്ക് ഒരു കുറ്റവും ഇല്ല, എല്ലാം തികഞ്ഞവളാണ് അവളെന്നുള്ളതാണ്. അപ്പം മറ്റുള്ളവരെ പറ്റി പരദൂഷണം പറയുന്നത് മോശപ്പെട്ട കാര്യമല്ലേ മുത്തശ്ശി? ഒരു കുറ്റമില്ലാത്തവരായിട്ട് ആരാ ഉള്ളതെന്നൊക്കെ അലീന ചോദിക്കുക. എല്ലാ മനുഷ്യരിലും കാണുമല്ലോ എന്തെങ്കിലുമൊക്കെ ഒരു നന്മ, നമ്മൾ അത് മാത്രം നോക്കിയാൽ പോരെ എന്നൊക്കെ അന്നേരം അലീന പറഞ്ഞു. അത് കേട്ടപ്പോൾ മുത്തശ്ശി ആ അതും ശരിയാ എന്നും പറഞ്ഞിങ്ങനെ ഇരിക്കാം. നിൻ്റെ അടുത്തുനിന്ന് ഞാൻ ചിലതൊക്കെ പഠിക്കാനുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, എനിക്കറിയാത്തത് മുത്തശ്ശി പഠിപ്പിച്ച് തന്നാൽ മതി എന്ന് അലീന അന്നേരം പറഞ്ഞു. ഞാൻ ചിലപ്പോൾ ഒരു പൊട്ടത്തിയാ എന്നൊക്കെ അലീന പറയുക. അതൊക്കെ കേട്ടപ്പോൾ മുത്തശ്ശി മോളെ അരിഷ്ടം ഇങ്ങ് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ മുത്തശ്ശിക്ക് മരുന്നൊക്കെ എടുത്ത് കൊടുത്തു. അങ്ങനെ അലീന കൊടുത്ത മരുന്നൊക്കെ കഴിച്ച് മുത്തശ്ശി ഇങ്ങനെ കിടക്കുവാണ്. അലീന എന്നിട്ട് ഇങ്ങനെ മുത്തശ്ശിയെ നോക്കി നിൽക്കുമ്പോൾ മോള് കിടന്നു, പ്രാർത്ഥിച്ച് കിടന്നോളാൻ മുത്തശ്ശി അലീനയോട് പറഞ്ഞു. അപ്പോൾ മുത്തശ്ശി എത്രയും വേഗം സുഖപ്പെടുത്തണേന്ന് ഞാൻ പ്രാർത്ഥിക്കും, പിന്നെ ഈ വീട്ടിലുള്ള എല്ലാവർക്കും നന്മ വരണേന്ന് പ്രാർത്ഥിക്കും എന്നൊക്കെ അലീന പറഞ്ഞു. എങ്ങനെയാണ് മോള് പ്രാർത്ഥിക്കുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ അപ്പം നിന്നെ ആരാ ഇതൊക്കെ പഠിപ്പിച്ചേ എന്നിങ്ങനെ ചോദിച്ചു കേട്ടോ മുത്തശ്ശി. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അല്ലെങ്കിൽ എന്ത് ശമ്പളം കിട്ടുമെന്ന് നോക്കാതെ ജോലി ചെയ്യാനും എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരിലും നന്മ കാണാനും അങ്ങനെയൊക്കെ നിന്നെ ആരാ പഠിപ്പിച്ചതെന്ന് മുത്തശ്ശി ഇങ്ങനെ അലീനയോട് ചോദിക്കുക. അതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ അലീന തൻ്റെ മമ്മിയെ പറ്റി ആലോചിച്ചു. അപ്പോൾ ബ്രിജിത്ത മമ്മിയെ പഠിപ്പിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെ ബ്രിജിത്ത മമ്മിയെ പറ്റി പറഞ്ഞിങ്ങനെ കരയുക കേട്ടോ. അപ്പോൾ
അങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞ് നമ്മുടെ അലീന ഭയങ്കര സങ്കടപ്പെട്ട് മുത്തശ്ശിയോട് തൻ്റെ സങ്കടങ്ങളൊക്കെ പറയും. അങ്ങനെ അതെല്ലാം പറഞ്ഞ് മുത്തശ്ശി കിടന്നോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് അലീനയും ബെഡൊക്കെ വിരിച്ച് അലീനയും കിടന്നു കേട്ടോ. അങ്ങനെ പ്രാർത്ഥിച്ച് നമ്മുടെ അലീന കിടക്കുമ്പോണ്ടല്ലോ ആ ഹരി പാത്തും പതുങ്ങിയും മുറിയുടെ വാതുക്കൽ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. എൻ്റെ ദൈവമേ, അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. നന്ദി.